വീട്ടിൽ വെച്ചിട്ട് തന്നെ എന്നെ അടിച്ചിട്ടും വായന്നും ഒക്കെ ചോരയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടും പിന്നെ ഒരു എന്തിനാ ഉപദ്രവിച്ചിരിക്കുന്ന അങ്ങനെ? അത് ആ പൈസ പോയ സമയത്തായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് രാജി നഴ്സിംഗ് ഹോമിൽ 7 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തിനാ? ഇവരടിച്ചിട്ട് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട്. പോസ്റ്റ്മാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ഇയാളെ പിന്നെ എന്തിനാ പോയേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എനിക്ക് കിട്ടുകയും ചെയ്തുല്ലോ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി പോയതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അത് വിട്ട് കളഞ്ഞു. എന്നെ ഉപദേശിക്കാൻ വരുന്നത് നിങ്ങളുടെ മോളെ ഉപദേശിച്ചാൽ മതിയെന്നും പിന്നെ എന്നെ മോശമായിട്ട് കയറിയിട്ടേ ഇല്ല അവര്. ഈ 3 വർഷത്തിനിടയ്ക്കാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ മകളുടെ പേരിലുള്ള ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്. അത് ഈ 3 വർഷത്തിനിടയ്ക്കാണ്. ഇയാള് പുറപ്പെട്ടു പോയതിനു ശേഷം എന്തായിരുന്നു ആ സംഭവം? അതിപ്പോ 1 മാസമായിട്ടുള്ളൂ പ്രശ്നം ഉണ്ടായിട്ട്. അത് ശരി. ഒരു കള്ളൻ കേസ്. അത് തന്നെ. അത് ഇതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകണു അവിടെയൊക്കെ ഓരോ ലെറ്റർ എഴുതിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ടെന്നും ഞങ്ങളുടെ ഫോൺ റെക്കോർഡ് അയാൾക്ക് കേൾക്കണുണ്ടെന്നും അപ്പം ആ രീതിയിൽ സംസാരിച്ചിട്ട് എല്ലാവരും ഒരു ആ നാട്ടുകാരെയൊക്കെ ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കണ ഫുള്ള് അങ്ങേർക്ക് കേൾക്കാത്രേ. എന്നിട്ട് അത് എഴുതിയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു അവരുടെ റിലേഷൻ തന്നെ ഒരു പഴയന്നൂരൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ എഴുതിയ കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും കൊടുത്തിട്ട് അവർ എനിക്ക് തന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടത് ആ സംഭവങ്ങൾ. അവർ മോശമായിട്ട് അനിയനോട് അത് സംസാരിച്ച് ഇത് സംസാരിച്ച് മക്കൾ അങ്ങനെ നടക്കണു ഇങ്ങനെ നടക്കണു അങ്ങനെയുള്ള രീതിയിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നടക്കുക. പിന്നെ എന്താ അയാൾക്ക് ഞങ്ങളെ എങ്ങനെ ഉപദ്രവിക്കുക അതേ രീതിയിൽ വീട്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അത് കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റിലേഷനുള്ളവർക്കും വിളിച്ചു പറയും, ഞങ്ങളെയും വിളിച്ചു പറയും. നിങ്ങളുടെ ജീവിതം എങ്ങാനും അയാളെ വീഡിയോയിൽ പകർത്തിയതായിട്ട് അങ്ങനെ വല്ല? എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഈ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഒരു ദിവസം മോളുടെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ വിളിച്ചു വരുത്തി അവരെ. ഫോൺ ചെയ്തപ്പോൾ കിട്ടി അവർക്ക്. എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ആ പണ്ടത്തെ ഒരു നമ്പർ ഹാജരായി. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദിവസം വന്നിട്ട് അങ്ങനെ സ്നേഹ അഭിനയിച്ച് വന്ന് എൻ്റെ കൂടെ ഒരു ദിവസം നിന്ന് ബെഡ്റൂമിലത്തെ ഇതൊക്കെ അവർ വീഡിയോ എടുത്തു എന്നാണ് പുറത്ത് സംസാരം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു എന്തിനാ ഇയാളെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അല്ലേ, വേറെ ആരുടെയും കൂടി ഉള്ളതല്ലല്ലോ. എന്നാലും ഇയാൾ മോശമായിട്ട് രീതിയിൽ ഈ വീഡിയോസ് അവരെയൊക്കെ കാണിച്ചു എന്നൊക്കെയാണ് അവർ പറയണത്. നമ്മുടെ എല്ലാ വിഷമങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിലും കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ വന്നു എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോൾക്കൊരു കേക്കും ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നല്ല രീതിയിൽ ഞങ്ങളുടെ കൂടെ ജീവിക്കാനായിരിക്കും എന്ന്. പിറ്റേ ദിവസം പറഞ്ഞു കേസിന് എനിക്കൊരു തെളിവ് ഉണ്ടാക്കാൻ വന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അപ്പോഴും ഞങ്ങൾ ഇനി എന്നാ വരിക എന്നൊക്കെ ചോദിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരും എന്നുള്ള രീതിയിൽ ഇനി എല്ലാം മറന്ന പോലെയൊക്കെയാണ് അവർ പോയത്. അതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ പിടിച്ചത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് അയാൾ പോയിരുന്നേ എന്നൊക്കെ പറയണത്. അങ്ങനെ പല കാര്യങ്ങളും അയാളിങ്ങനെ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇപ്പോൾ ഒരു മാസമായി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കൈരളി ചാനലിൽ വരാൻ തന്നെ കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിന് അപ്പുറത്തൊരു 10-20 ആളുണ്ടാവും. ഒരു ചെക്കനെ പിടിച്ച് അടിക്കുക ഒരു 9:30-10 മണി സമയത്ത്. ആ സമയത്ത് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അകത്താണ്. മോള് നല്ല വോളിയത്തിൽ TV വെച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് പിടിച്ചിങ്ങനെ തള്ളണ ഒച്ചയും ഭയങ്കര സൗണ്ട്. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞുണ്ട് തോന്നുന്നു. നേരം വെളുത്തപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ കല്ലും ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഉഷ്ചേച്ചി വാതിൽ തുറക്കുമെന്ന് പറയണ്ടായാലും ഒരു ചെക്കൻ. അപ്പോൾ ഞാൻ എന്താണോ ചോദിച്ചിട്ട് ഞങ്ങൾ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട് പിന്നെ ഗ്രില്ലും തുറന്നിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ആൾക്കാരുടെ കൂട്ടം. അത് കഴിഞ്ഞപ്പോൾ ഗ്രില്ല് തുറക്കാൻ വേണ്ടി ഞാൻ ചാവി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അകത്തുനിന്ന് ചാവി എടുത്ത് തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എവിടുന്നോ കള്ളനെ പിടിച്ചതാണ്. അവിടെ ദൂരെ എവിടുന്ന് പിടിച്ചതെന്ന് എനിക്കറിയില്ല. കള്ളനെ ഒരു ചെക്കൻ പിടിച്ചു, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതാന്നാ പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അകത്തുനിന്ന് പിടിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വന്നതാന്ന് പറയും, പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇത്രയും ജനങ്ങളൊക്കെ എങ്ങനെ കൂടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളിത് ഇവൻ പറഞ്ഞപ്പോൾ വന്ന് അടിക്കാൻ വന്നതാന്ന് പറഞ്ഞു. ഇവനെ അടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ
ചെറിയ മോളുടെ പേര് വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും അറിയോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിനക്ക് എന്നെ അറിയോടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ മോളെ അറിയോ ചോദിച്ചപ്പോൾ ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാ നീ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ വീട്ടിലെ പേര് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ കള്ളനാണെങ്കിൽ കള്ളൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ അടുത്തൊക്കെ എല്ലാവരും കാവല് നിൽക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ആ ഭാഗത്ത് മുളക് പൊടി കൊണ്ടുവന്ന് വെക്കുക, ഓരോ വീടുകളിൽ കോണിമ്പെല്ലടിക്കുക, അങ്ങനെ കുറച്ച് സ്ഥലത്തുനിന്ന് കളവൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആ പരിസരത്തുനിന്ന് കിട്ടിയെന്ന് പറയണം. ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പരിസരത്ത് വരുമ്പോൾ മാത്രം മോശമായ രീതിയിൽ സംസാരിക്കുക, മറ്റുള്ളവരുടെ വീട്ടിൽ വരുമ്പോൾ അത് കള്ളനായിട്ട് ചിത്രീകരിക്കുക. അപ്പം ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണ്, ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കടന്നു പോകാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും. ഇളയ മോള് മാത്സ് എക്സാം ആയതുകൊണ്ട് വേറെ അവളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ 4 ദിവസം നിന്ന് പഠിക്കുകയായിരുന്നു. നേരം വെളുത്തിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇളയ കുട്ടിയെ ഞാൻ ഒളിപ്പിച്ചിരുത്തിയതാണെന്ന്. ഞങ്ങൾ അങ്ങനത്തെ സംസ്കാരത്തിലല്ല നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. മോളുടെ പേര് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത് ആര് വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞത്? ഈ ചെക്കൻ പറഞ്ഞു എന്നാണ് അവർ പറയണത്. ഞാൻ കേട്ടിട്ടില്ല. ഈ ചെറുക്കനെ നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയേയില്ല അവരെ.